സക്കറിയാസ്, രമണി മലയൽ. നർത്തകിമാർ തുളസി കബീർ ബിന്ദിയ, സൗരഭ്യ രാജേഷ്, ഡിംബി ഹരിദാസ്, സീമ ഹരിദാസ്, ആരതി വിപിൻ. സാങ്കേതിക സഹായം വി പ്രേമരാജൻ, ജോസ് വെള്ളോറ, വി വി അജയകുമാർ, രാജരാജേശ്വരി. രചന സാക്ഷാത്കാരം ജയൻ കടലുണ്ടി. കോഴിക്കോട് കടലമ്മ പുത്തന കര കോഴിക്കോട് അൽവ മനസ്സുള്ളൊരി കോഴിക്കോട് വേണേ കണ്ടോടി ചങ്ങായി നമ്മടെ കോഴിക്കോട്. ഉമ്മ ബിരിയാണിന്റെ മണോ, കോഴി ബിരിയാണിന്റെ മണോ. ഹായ് ദാലുവ ജിലേബി. എടി പെണ്ണെ, ഈ മുമ്പൊക്കെ നോക്കി നടന്നാട്ടാ അന്റെ ഒരു മാഞ്ഞാളകി നിർത്തിക്കോ. ഇതേ കോഴിക്കോട്ടങ്ങാടിയാണ്. എടി പാത്തു, നമ്മളെ പ്രേമലേഖന എഴുതി എസ്കേപ്പറ്റേക്കാട്ട് മൂപ്പര് മുട്ടായി തെരുവുക്ക് നോക്കിങ്ങാണ്ട് അങ്ങനെ ഇരിക്കുന്ന കണ്ട. ഈ ഉമ്മക്കൊന്നും അറിയില്ല. പ്രേമലേഖനല്ലമ്മ, നാടൻ പ്രേമോ. എന്തിട്ടെങ്കിലും ആട്ടെ, ഞങ്ങൾ നടന്നൂട്, നടക്കാൻ കിട്ടും. നിങ്ങൾ എന്താ മേന്നെ കുന്തം പിഴിയ പോലെ നോക്കി നിൽക്കുന്നത്? ആചാര്യെ, നിങ്ങളത് കണ്ടോ? 16-ാം നൂറ്റാണ്ടിൽ സാമൂതിരി രാജാവായിരുന്ന മാനവേദൻ രാജ അദ്ദേഹത്തിൻ്റെ പടയാളികൾക്ക് കുളിക്കാനായി ഉണ്ടാക്കിയതാണ് മാനാഞ്ചിറ എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട മാനവേദൻ ചിറ. അല്ലാ, അതാ മേന്നെ നമ്മുടെ നാടകാചാര്യൻ KT മുഹമ്മദ്. മൂപ്പര തൊട്ടപ്പുറത്ത് തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മാന്റെ ആടുമുണ്ട്. എടോ, എത്ര എഴുത്തുകാർ, സംഗീതജ്ഞർ, ചരിത്ര പണ്ഡിതന്മാർ SK പൊറ്റേക്കാട്, MT വാസുദേവൻ നായർ, MGS നാരായണൻ, അക്കിത്തം, ഉറൂബ്, KP കേശവമേനോൻ, NP മുഹമ്മദ്, UA ഖാദർ, KT മുഹമ്മദ്, കോഴിക്കോട് അബ്ദുൽ ഖാദർ, MS ബാബുരാജ് തുടങ്ങിയ പ്രതിഭകൾ ധന്യമാക്കിയ ഇടമായതുകൊണ്ടാണല്ലോ കോഴിക്കോടിന് യുനെസ്കോ സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരി കോഴിക്കോട്. നമ്മൾ ഇന്ന് SBI പെൻഷനേഴ്സ് അസോസിയേഷന്റെ സമ്മേളന വേദിയിൽ എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത് ആചാര്യെ? വില്ലടിച്ചാൻ പാട്ട്. വില്ലടിച്ചാൻ പാട്ടിന് പ്രൗഢമായ ഒരു ചരിത്രമുണ്ട് കൂട്ടുകാരെ. പ്രൗഢമായ ഒരു ചരിത്രമെന്ന് പറഞ്ഞാൽ അതായത് തെക്കൻ തിരുവിതാംകൂറിലെ രാജാക്കന്മാർ വേട്ടയ്ക്ക് പോയി തിരിച്ചു വരുന്ന സന്ദർഭത്തിങ്കൽ കാനനത്തിൽ വിശ്രമിക്കുക പതിവായിരുന്നു. അത്തരം വിശ്രമവേളകളിൽ രാജാവ് തൻ്റെ കൈവശമുള്ള വില്ല് താഴെ വെച്ച് അമ്പുകൊണ്ടങ്ങനെ താളം കൊട്ടുമ്പോൾ മന്ത്രി ആ താളത്തിനൊത്ത് രാജാവിൻ്റെ അവധാനങ്ങൾ വാഴ്ത്തി പാടുന്നു. ആ പതിവ് പരിഷ്കരിച്ച് പിൽക്കാലത്ത് വില്ലുപാട്ട് എന്നൊരു കലാരൂപമുണ്ടായി. ഓ, മാത്രമല്ല കാലക്രമത്തിൽ തിരുവട്ടാർ ബാലൻപിള്ള, തലയിൽ കേശവൻ നായർ തുടങ്ങിയ മഹീഷികൾ പരിഷ്കരിച്ച് ഈ കലാരൂപം ഇന്ന് കാണുന്ന തലപ്പാവും ആടയാഭരണങ്ങളും പക്കമേളവുമെല്ലാമായി വില്ലടിച്ചാൻ പാട്ടൊരു മഹത്തായ കലാരൂപമായി. അപ്പൊ കേമാവും. പക്ഷേ നമ്മൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് വില്ലടിച്ചാൻ പാട്ടിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് കൂട്ടുകാരെ. ഒരു കുഞ്ഞു രൂപം. അതായത് 3 മണിക്കൂർ കൊണ്ടും 1 മണിക്കൂർ കൊണ്ടും അരമണിക്കൂർ കൊണ്ടും അവതരിപ്പിക്കാം വില്ലടിച്ചാൻ പാട്ട്. അപ്പോ തുടങ്ങിയല്ലേ? തുടങ്ങാം. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം, ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ, ചാരുത്ത താരുണ്യ രാഗമാണ്. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം, ചന്ദ്രോദയത്തിൻ്റെ കാന്തി
ശങ്കരൻ